ആറന്മുളയിലെ വയലുകൾ നികത്തി ഒരു പദ്ധതിയും അനുവദിക്കില്ലെന്ന് വിമാനത്താവള വിരുദ്ധ സമരസമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ച സ്ഥലത്ത് IT പദ്ധതി തുടങ്ങാനുള്ള KGS ഗ്രൂപ്പിൻ്റെ നീക്കത്തോടാണ് പ്രതികരണം. ആവശ്യമെങ്കിൽ ശക്തമായ സമരം പുനരാരംഭിക്കും എന്ന് സമരസമിതി വ്യക്തമാക്കുന്നു. പദ്ധതി പ്രദേശത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എന്തായാലും നേരത്തെ തന്നെ അവർക്കൊരു അനുഭവം ഉണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശത്ത് വലിയൊരു പദ്ധതിയുമായി വന്ന സമയത്ത് ആ പ്രദേശം, അവിടുത്തെ ജനങ്ങൾ, ആ ജനത ഒറ്റക്കെട്ടായി അതിനെ എതിർത്തതാണ്. അത് പിന്നീട് ഫലം കാണുകയും ചെയ്തു. ഇപ്പോഴിതാ വീണ്ടും അവരുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഒരു പദ്ധതിയുമായി KGS ഗ്രൂപ്പ് രംഗത്ത് എത്തിയിരിക്കുന്നു. എന്തായാലും റവന്യൂ, കൃഷി വകുപ്പുകൾ ഈ പദ്ധതിയെ എതിർത്തിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന IT വകുപ്പ് അതുമായി സഹകരിക്കാം എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മിഥുൻ? പദ്ധതി എന്തുമാകട്ടെ, പദ്ധതി കൊണ്ടുവരുന്നത് ആരുമാകട്ടെ, പൈതൃക ഭൂമിയായിട്ടുള്ള ആറന്മുളയുടെ മണ്ണിൽ അവിടുത്തെ വയലുകൾ, അവിടുത്തെ തണ്ണീർത്തടങ്ങൾ, ഇതിലൊന്നും ഒരു തരി മണ്ണ് പോലും വീഴാൻ അനുവദിക്കില്ല എന്ന കൃത്യമായ നിലപാടാണ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതി എന്നുള്ളത്. അവർ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു, പദ്ധതി എങ്ങനെയാണെങ്കിലും ഏത് രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇവിടുത്തെ തണ്ണീർത്തടങ്ങളെ, ഇവിടുത്തെ വയലുകളെയൊന്നും മണ്ണിട്ട് മൂടിക്കൊണ്ടുള്ള യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പദ്ധതികളെയും അംഗീകരിക്കില്ല. മറ്റെന്ത് കാര്യങ്ങൾ പറഞ്ഞാണെങ്കിലും ഈ നാടിൻ്റെ തന്നെ നിലനിൽപ്പ് ഈ തണ്ണീർത്തടങ്ങളാണ്, ഇവിടുത്തെ വയലുകളാണ് എന്നുള്ളത് 2018 പ്രളയം തന്നെ തെളിയിച്ചതാണ്. അത്തരത്തിൽ ഇതിനു മുമ്പ് നമുക്കറിയാം കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ മൺമറഞ്ഞു പോയ സുഗതകുമാരിയും എല്ലാം നേതൃത്വം നൽകിയ വലിയൊരു സമരത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇവർ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരമുള്ള നടപടികളിലൂടെ, കുതന്ത്രങ്ങളിലൂടെ ഈ ഭൂമി ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ നമ്മോടൊപ്പം സമരസമിതിയുടെ പ്രവർത്തകർ നമ്മോടൊപ്പം ചേരുകയാണ്. അതൊക്കെ നമ്മോടൊപ്പം ചേരുകയാണ്. അതും സുരേഷ്, അദ്ദേഹം നമ്മോട് ചേരുകയാണ്. വീണ്ടും പലവിധ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരിക, എന്താണ് സമരസമിതിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്? ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ പിൻപിൽ പ്രവർത്തിച്ച KGS എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനി വീണ്ടും പുതിയൊരു പേരിൽ പുതിയൊരു പദ്ധതിയുമായിട്ട് പദ്ധതി പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിതിനെ വളരെ സംശയദൃഷ്ടിയോടുകൂടിയാണ് നോക്കുന്നത്. അവർ ഈ പദ്ധതി നടത്തിപ്പിനെക്കാട്ടിൽ അവർക്ക് ഈ മിച്ച ഭൂമി റെഗുലറൈസ് ചെയ്തിട്ട് സ്വന്തമാക്കുന്നതിനുള്ള പരിപാടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നീർച്ചാലുകളും മണ്ണിട്ട് നികത്തി കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെയും ഈ ആറന്മുളയിലെ ജനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിനെ നമ്മൾ ബഹുജന പ്രക്ഷോഭത്തിൽ കൂടെ തന്നെ, പ്രത്യക്ഷ സമര പരിപാടികൾ കൂടെ തന്നെ തീർച്ചയായിട്ടും നേരിടും. അതിൽ യാതൊരു മാറ്റവുമില്ല. കുന്നിടിച്ചും വയൽ നികത്തിയുമുള്ള യാതൊരു വികസന പ്രവർത്തനവും ഇന്നാട്ടിലെ ജനങ്ങൾ അനുവദിക്കുകയില്ല. ഈ 2018 പ്രളയം വന്നതോടുകൂടി ഈ നെൽവയൽ നീർത്തടങ്ങളുടെ പ്രസക്തി എന്താണെന്നുള്ളത് ആളുകൾ അനുഭവത്തിൽ കൂടെ തിരിച്ചറിഞ്ഞതാണ്. ഈ പമ്പയുടെ ഇരുകരകളിലുമുള്ള വീടുകളിൽ ഒന്നാം നിലകൾ മുഴുവൻ പൂർണ്ണമായിട്ട് മുങ്ങിപ്പോയിട്ടുള്ളതാണ്. അന്ന് ഇരുനിലയുള്ള വീടുകളുടെ മുകളിൽ കയറിയാണ് ആളുകൾ രക്ഷപ്പെട്ടത്. അന്ന് ഈ തണ്ണീർത്തടം ഉള്ളതുകൊണ്ടാണ് അധികമായിട്ട് വന്ന പ്രളയജലത്തെ ഉൾക്കൊള്ളുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും ഈ നാട്ടുകാർക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തണ്ണീർത്തടങ്ങൾ നികത്തിയാൽ 2 നിലയ്ക്ക് മുകളിലേക്ക് പ്രളയജലം ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണവശാൽ ഈ ബഹുജനങ്ങൾ, വളരെ പ്രബുദ്ധരായിട്ടുള്ള ആറന്മുളയിലെ ജനങ്ങൾ ഒരു കാരണവശാലും ഈ നെൽവയലുകൾ മണ്ണിട്ട് നികത്തി ഒരു പദ്ധതിക്കും ഉള്ള അനുവാദം ഒരിക്കലും കൊടുക്കുകയില്ല. ഇന്ദുചൂടൻ, അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഈ സമരപ്രക്ഷോഭങ്ങളുടെ ഭാഗമായി അത് അവസാനിച്ചത് തന്നെ ചില കോടതികളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്, അത്തരത്തിലുള്ള ചില ഇടപെടലിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എങ്ങനെയാണ് അത്തരം കോടതി നിലനിൽക്കുന്ന കോടതി വിധികളൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പദ്ധതിക്ക് മറികടക്കാൻ സാധിക്കുക എന്നാണ് കരുതുന്നത്? നമ്മൾ മനസ്സിലാക്കുക, ഇത് 2011 മുതൽ പ്രത്യക്ഷമായ ഒരു സമരത്തിലാണ് 2014 സുപ്രീം കോടതിയുടെ വിധിയും ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ വിധിയും എല്ലാം വരുന്നതും. ആ വിധികളിലെല്ലാം അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് ആറന്മുളയുടെ ജൈവ വൈവിധ്യങ്ങൾ, അതിനെ ഒരു തരത്തിലും മണ്ണിട്ട് മൂടാൻ പാടില്ല, കുന്നുകൾ ഇടിക്കാൻ പാടില്ല, തണ്ണീർത്തടങ്ങൾ, വയലുകൾ ഇവ മണ്ണിടാൻ പാടില്ല. ഈ കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. അത് ആ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, ഒരു എയർപോർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല. ഈ വൈവിധ്യങ്ങളെ സംബന്ധിച്ച്, ജൈവ വൈവിധ്യങ്ങളെ സംബന്ധിച്ച് ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ വിധിയാണെങ്കിലും സുപ്രീം കോടതിയുടെ വിധിയാണെങ്കിലും കേരള ഹൈക്കോടതി ഇട്ട മണ്ണിനകത്തെ തോടുകൾ പുനർനിർമ്മിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതനുസരിച്ചാണ് അന്നത്തെ ജില്ലാ കളക്ടർ 2014 അവസാനം
ആ തോടുകൾ പുനർനിർമ്മിച്ചു. പഴയ തോടുകൾ, വലിയ തോടെന്നൊക്കെ പറയുന്ന തോടുകൾ, ഒഴുക്ക് നീറ്റുകൾ അടയ്ക്കാൻ യാതൊരു അധികാരവും ഒരു വ്യക്തിക്കും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളൊരു ഭാഗത്തേക്ക് പുതിയൊരു ഓമന പേരിട്ടിപ്പം വന്നേക്കാണ്. ഈ ആറന്മുള സമരം നടത്തിയിരുന്നവർ സാധാരണക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായം വരുന്നതോ 10 പേർക്ക് ജോലി കിട്ടുന്നതോ അവർ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അത് ഈ വയലുകൾ നികത്തിയോ തണ്ണീർത്തടങ്ങൾ നികത്തിയോ ആറന്മുളയുടെ നിലനിൽപ്പിനെ നശിപ്പിച്ചുകൊണ്ടോ, ഇപ്പം തന്നെ ഒരു ചെറിയൊരു മഴ പെയ്താൽ റോഡുകൾ വെള്ളമാണ്. അപ്പം ഈ റിസർവയർ പോലെ ഈ വെള്ളം നിർത്തിയേക്കുന്ന ഈ വയലുകൾ, ഏകദേശം 3000 ഏക്കർ വയലാണ് ആറന്മുള പുഞ്ച എന്ന് പറയുന്നത്. മാലക്കര മുതൽ നാരങ്ങാളം വരെ വരുന്ന ഒരു നീണ്ട ഏരിയയിൽ അതിലൊരു ഭാഗമാണിത്. ഇതിനെ നശിപ്പിക്കാൻ ആർക്കും സമ്മതമില്ല. ഇത് വെറും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൈവശമിരിക്കുന്ന 340 ഏക്കറിന് അടുപ്പിച്ച് വരുന്ന സ്ഥലം, അതിനകത്ത് ഏകദേശം 30 ഏക്കറോളം കരഭൂമി, ആ ബാക്കി സ്ഥലം എങ്ങനെയെങ്കിലും മണ്ണിട്ട് ഒരു ലാൻഡ് മാഫിയ അത് കച്ചവടം നടത്തുക എന്നുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇലക്ട്രോണിക് ക്ലസ്റ്ററോ IT പാർക്കോ ഏത് വരുന്നതും കരഭൂമിയിൽ വരുന്നതിനെ ഞങ്ങളും കൂടെ മുൻപിൽ നിന്ന് സ്വാഗതം ചെയ്യും. ഞങ്ങളും അതിൻ്റെ കൂടെ കാണും. പക്ഷേ ഒരു തരി മണ്ണിവിടെ വീഴാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അനുവദിക്കത്തില്ല. അന്ന് ഒപ്പം നിന്ന് സമരം ചെയ്ത ആളാണ് ഇന്ന് കൃഷിമന്ത്രി P. പ്രസാദ് അടക്കമുള്ളവർ. ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് പോയി ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് മാറ്റമുണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കാരണം P. പ്രസാദ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനി വ്യക്തിത്വമുള്ള വ്യക്തിയാണ്. ആ ഒരു വ്യക്തിത്വമുള്ളൊരു വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനകത്ത് മാറ്റം വരികയില്ല. അദ്ദേഹം പ്രകൃതിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ആ പ്രകൃതിയുടെ സ്നേഹം കൊണ്ടാണ് നൂർനാട് ആ ഭാഗത്തു നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് സമരത്തിലേക്ക് പങ്കെടുത്തത്. അദ്ദേഹത്തിന് ഈ മണ്ണിട്ട് മൂടുന്നതിനെയാണ് എതിർപ്പ്, അല്ലാതെ വ്യവസായം വരുന്നതിന് P. പ്രസാദ് സാറിന് എതിർപ്പില്ല. ഇപ്പം തന്നെ രാജു എബ്രഹാം എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളും പറഞ്ഞേക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. മണ്ണിട്ട് മൂടുന്നതിന് അവർക്കെതിരാണ്, അവർക്ക് കരഭൂമി വരുന്നതിന് എതിർപ്പില്ല. ശ്രീ കുമ്മനം രാജശേഖരൻ ചേട്ടനാണെങ്കിലും അതേ അഭിപ്രായമൊക്കെ ഇതാണ്. ഇതുമായി ജൈവവൈവിധ്യങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ഈ നാടിൻ്റെ സമ്പത്താണ്. വ്യവസായങ്ങൾ വരണം. കരഭൂമി ഇഷ്ടത്തിന് വാങ്ങിക്കാൻ കിടപ്പുണ്ട്, അത് വാങ്ങിച്ച് വ്യവസായങ്ങൾ വരട്ടെ. ആയിരക്കണക്കിന് തൊഴിലാളികൾ, ചെറുപ്പക്കാർ തൊഴിലിലേക്ക് വരട്ടെ. ക്ലസ്റ്റർ സിസ്റ്റംസ് വരട്ടെ, ഇലക്ട്രോണിക് ക്ലസ്റ്റർ. ഞങ്ങളതിന് ഒരു തരത്തിലും എതിർക്കത്തില്ല. പക്ഷേ മണ്ണിടലിനെ ഞങ്ങൾ 100% എതിർക്കുകയും ചെയ്യും. ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം ഇതുവരെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്കറിവായിട്ടില്ല. ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് ഇപ്പോൾ ഒരു തത്വത്തിലുള്ളൊരു പ്രാഥമികഘട്ട ചർച്ചകളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ വീണ്ടും സംഘടിക്കാനാണ്, അല്ലെങ്കിൽ എങ്ങനെ ആ സമരപരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഒരു തീരുമാനം? എന്താണ് ഉദ്ദേശിക്കുന്നത്? പഴയ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എടുത്തു ചാടി ഒരു പുതിയ നീക്കവുമായിട്ട് വരികയാണെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായിട്ട് തന്നെ വിവിധ സംഘടനകളെ, ബഹുജന സംഘടനകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രത്യക്ഷ സമരപരിപാടികളുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും, ഇവരെ പരാജയപ്പെടുത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതാണ് വ്യക്തമാക്കാനുള്ളത്. ആറന്മുള എന്ന് പറയുന്നത് ഒരു പൈതൃക ഭൂമിയാണ്. ആ ഭൂമിയിലെ ജൈവ വൈവിധ്യത്തെ തകർക്കുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളെയും അംഗീകരിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ, ഈ സമരസമിതി അടക്കം അതിന് കൂട്ടുനിൽക്കില്ല. അതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടാകും, എതിർപ്പ് നേരിടേണ്ടി വരും. ഇത്തരത്തിൽ വികസനത്തിന് എതിരല്ല, വികസനത്തിന് പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത രീതിയിൽ ആറന്മുളയുടെ ആ പൈതൃകത്തെയും ഈ ഒരു ജൈവ സമ്പത്തിനെയും നശിപ്പിക്കാത്ത തരത്തിലുള്ള വികസനത്തിന് തങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ അത്തരത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ ഉണ്ടായാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവർ ആവർത്തിക്കുന്നത്. തുടർന്നുള്ള നീക്കങ്ങൾക്കനുസരിച്ച് ഈ വിഷയങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണ് സമരസമിതി. അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക്, സമരമാർഗങ്ങളിലേക്ക് തുടർന്നുള്ള നടപടികളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതി വ്യക്തമാക്കുന്നത്. യെസ് മിഥുൻ, ആറന്മുളയിലെ വയലുകൾ നികത്തി ഒരു പദ്ധതിയും അനുവദിക്കില്ലെന്ന് വിമാനത്താവള വിരുദ്ധ സമരസമിതി. വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ച സ്ഥലത്ത് IT പദ്ധതി തുടങ്ങാനുള്ള KGS ഗ്രൂപ്പിൻ്റെ
നീക്കത്തോടാണ് ഈ പ്രതികരണം. ആവശ്യമെങ്കിൽ ശക്തമായ സമരം പുനരാരംഭിക്കും എന്നും സമരസമിതി വ്യക്തമാക്കുന്നു. പദ്ധതി പ്രദേശത്ത് നിന്ന് മിഥുൻ അയ്യപ്പനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.